എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂലൈ 5, 2026 സൺഡേ ആണ്. അപ്പോൾ നാളെ പുതിയ ഒരു വീക്കിന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഗോൾഡിൽ ഒരു വീക്കിലി ലെവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 വീക്ക് ആയി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കിലും ഏകദേശം 300, 200 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽസ് 4 ലെവൽസായിരുന്നു ടോട്ടലായിട്ടുള്ള. ഇപ്പോൾ 4 ലെവൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 500 ചാർട്ടാണ്, 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ എല്ലാ ട്രേഡും കൺഫർമേഷൻ എന്ന് പറയുന്നത് 5 മിനിറ്റ് ചാർട്ടാണ്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഉള്ളത് ഈ ലെവലിന് മേലെയാണ്. അപ്പം നമുക്കിത് റെസിസ്റ്റൻസ് ആയിട്ടാണ് വരിക. വൺസ് അത് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇത് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ ലെവൽസും, എനിക്ക് ലാസ്റ്റ് 3 വീക്കായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ലെവൽസും നല്ലപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഫസ്റ്റ് സെല്ലാണ് ആക്റ്റീവായി ഏകദേശം 85 പോയിൻറ്റ് ഡൗൺ ആയതും അതിനുശേഷം ബൈ ആക്റ്റീവായി നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് 65 പോയിൻറ്റ് ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് എനിക്കൊന്ന് ഫസ്റ്റ് വീക്ക് മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇത് 4ാമത്തെ വീഴ്ചയാണ്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ ഏകദേശം 350 പോയിൻറ്റ് ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ ലെവലിൽ നിന്ന്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ, ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓൾറെഡി ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വരക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം കറൻസിയിലേക്ക് പോവുക. GBP JPYയിൽ ജസ്റ്റ് ലെവൽസ് ഇതാണ്. GBP JPY ലെവൽസ് സ്റ്റിൽ 5 മിനിറ്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതേപോലെ ഓയിലിലേക്ക് പോവാം. ഓയിൽ അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതിനകത്തുകൂടെ നമ്മൾ ലെവൽ കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ഇത് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേലത്തെ ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെവൽസ് ആവശ്യമുള്ള ആൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞ ആഴ്ച കൊടുത്തൊരു ബൈ സോണാണ്, പക്ഷേ അത് ബൈ ആക്റ്റീവ് ആയിട്ടില്ല. അവിടെയാണ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് സപ്പോർട്ടാണ് ഇപ്പം വരിക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് വരെയുള്ള മൂവ്മെൻറ്റ് കിട്ടാവുന്നതായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു സപ്പോർട്ടിലൊക്കെയാണ് ബൈ കിട്ടുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ഹോൾഡ് ചെയ്ത് ഏകദേശം ഒരു 4.4% ടാർഗറ്റ് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം. നാച്ചുറൽ ഗ്യാസ് സ്റ്റിൽ നമ്മളെ ലെവൽ 3ാമത്തെ വീക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ബൈയിങ് സോണാണിത്. അപ്പോൾ ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ ടാർഗറ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഈ ലെവലിൻ്റെ താഴെ വീക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ആളുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ലെവലൊക്കെ മാർക്ക് ചെയ്താൽ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും വീഡിയോ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ വീക്ക് മാത്രമാണ് എനിക്കൊന്ന് 3 ഡേയ്സ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ എല്ലാ ദിവസങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, വേറെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ SL-ലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാത്തിനകത്ത് നമ്മൾ ട്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാൻ വേണ്ടി പറ്റും. അതല്ലാതെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ലെവൽസ്, അതിൻ്റെ ബേസിലായിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനും അത് മാത്രം ഫോളോ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലാതെ ജസ്റ്റ് കോഴ്സിന് വേണ്ടിയിട്ട് ആരും വരേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ റെസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലെവൽ താൽക്കാലികമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് ലെവലിൻ്റെ മേലെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും, 35 എന്നുള്ള ലെവൽ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലെവലും എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. അപ്പോൾ തന്നിരിക്കുന്ന ലെവൽസ് ഗോൾഡിൻ്റെതുണ്ട്, നാച്ചുറൽ ഗ്യാസ്, ഓയിൽ, GBP JPY, പിന്നെ കോൾ ഓപ്ഷൻ്റെ 24,400 കോൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ആ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.